Today I will explain Sale of Goods Act 1930. The law relating to contract of sale was originally contained in a separate chapter of Indian Contract Act 1872. In 1930, this branch of law was codified as a separate act, namely the Sale of Goods Act 1930. Though this is enacted as a separate legislation, all the general principles of contract we have learned in the preceding sessions are applicable to this act. Sale of Goods Act 1930 highlights: the law relating to sale and purchase of goods prior to 1930 was dealt by the Indian Contract Act 1872. In 1930, Section 76 to 123 of the Contract Act was repealed and a separate act known as the Sale of Goods Act 1930 was passed. The provisions of the Contract Act still apply to contracts of sale of goods except where the Sale of Goods Act 1930 specifically provides for the contrary. Transactions in the nature of sale of goods form the subject matter of the Sale of Goods Act 1930. The Act came into force on 1st July 1930. Contract of Sale. A contract of sale of goods is a contract whereby the seller transfers or agrees to transfer the property in goods to the buyer for a price, as per Section 4 of Sale of Goods Act 1930. The term contract of sale includes sale or an agreement to sell. Sale of Goods Act 1930 വകുപ്പ് 4 അനുസരിച്ച് കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഓൾസോ ട്രീറ്റഡ് ആസ് എ കോൺട്രാക്ട്. സാധാരണ ഉടമ്പടി പോലെ തന്നെ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റായി നിലനിൽക്കും. ഇവിടെ സെല്ലർ വിൽപ്പനക്കാരൻ ഗുഡ്സിന്റെ ഉടമസ്ഥാവകാശം അത് സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ ഉടനടി അത് കൈമാറ്റം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടത്താം എന്നുള്ള ഒരു എഗ്രിമെന്റ് ഫോം ചെയ്ത് ഫ്യൂച്ചർ ഡേറ്റ് പറയുകയോ ചെയ്യും. അത്തരത്തിലുള്ള ഒരു ഉടമ്പടിയെയാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. ഈ ഉടമ്പടിയിൽ പ്രധാനമായും 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് സെയിൽ, രണ്ടാമതായി ആൻ എഗ്രിമെന്റ് ടു സെൽ. ഇതിലേതെങ്കിലും ഒരു ടേം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും കോൺട്രാക്റ്റ് ഫോം ചെയ്യുക. Now I will explain the essentials of contract of sale of goods. എന്തെല്ലാമാണ് ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യം വേണ്ട കാര്യങ്ങൾ? ഒന്നാമതായി, ദിസ് ഇസ് എ ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. 2 വ്യക്തികൾ ഉള്ള ഒരു കോൺട്രാക്റ്റ് ആയിരിക്കണം. ഒരാളിൽ നിന്ന് ഉടമസ്ഥാവകാശം, ഗുഡ്സിന്റെ ഉടമസ്ഥാവകാശം രണ്ടാമത്തെ ആളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതായിരിക്കണം ഈ കോൺട്രാക്റ്റിന്റെ അടിസ്ഥാനം. അല്ലാതെ അയാളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉടമസ്ഥത അയാളിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് അനുസരിച്ച് ഈ കോൺട്രാക്റ്റ് ബൈലാറ്ററൽ ഇൻ നേച്ചർ ആയിരിക്കണം. രണ്ടാമതായി പറയുന്നു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. The object of a contract of sale must be the transfer of property. Property means title to goods അല്ലെങ്കിൽ ownership in goods from one person to another. ഈ കോൺട്രാക്റ്റിന്റെ അടിസ്ഥാന കാര്യം, സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഗുഡ്സിന്റെ ഓണർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കണം. അതായത് പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥാവകാശം ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിൽ കൈമാറ്റം ചെയ്യാമെന്ന് എഗ്രി ചെയ്യുകയോ ആയിരിക്കണം ഇതിൻ്റെ അടിസ്ഥാനം, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നു. 3. ഗുഡ്സ്. ദ സബ്ജക്റ്റ് മാറ്റർ മസ്റ്റ് ബി സം ഗുഡ്സ്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് പറഞ്ഞു, ഓണർഷിപ്പാണ് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത്. അത് എന്തിൻ്റെ ആയിരിക്കണം? നിർബന്ധമായും ഗുഡ്സ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മൂവബിൾ ഇൻ നേച്ചർ. കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സിൻ്റെ അടിസ്ഥാനം ഗുഡ്സ് ആയിരിക്കണമെന്ന് പറയുന്നു. പിന്നാലെ ഏതെല്ലാം തരത്തിലുള്ള ഗുഡ്സ് ഉണ്ട് എന്നുള്ളത് പരിശോധിക്കാം. 4. പ്രൈസ് ഓർ മണി കൺസിഡറേഷൻ. കോൺട്രാക്റ്റിൽ കൺസിഡറേഷൻ
നിർബന്ധമാണെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നു. കൺസിഡറേഷൻ പണമായി അല്ലെ പണത്തിന് തുല്യമായി വേണം കൈമാറ്റം ചെയ്യപ്പെടാൻ. The goods must be sold for some price. Where the goods are exchanged for goods, it is called barter system, not sale. ബാർട്ടർ സിസ്റ്റത്തെ കുറിച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ബാർട്ടർ സിസ്റ്റമാണ് എങ്കിൽ സാധനങ്ങൾക്ക് പകരം എന്തെങ്കിലും സാധനങ്ങൾ തന്നെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പ്രക്രിയയാണ് എങ്കിൽ അത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിൽ വരുന്നില്ല. ഇവിടെ നിർബന്ധമായും sell. Seller can resell goods in the case of agreement to sell, but in sale, ownership transfers from the seller to the buyer, so the buyer can freely resell the goods he bought. These are the various differences between sale and agreement to sell. Sale and bailment. In a sale, ownership of goods is transferred from the seller to buyer. In the case of bailment, only possession is transferred. സെയിലിൽ അല്ലെങ്കിൽ വിൽപ്പനയിൽ ഉടമസ്ഥാവകാശം വിൽപ്പനക്കാരനിൽ നിന്ന് വാങ്ങുന്ന ആളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. എന്നാൽ ബെയിൽമെന്റിലാണെങ്കിൽ ഇവിടെ കൈവശാവകാശം അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള അധികാരം മാത്രമാണ് ബെയിലറിൽ നിന്ന് ബെയിലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. രണ്ടാമതായി പറയുന്നു, ഇൻ എ സെയിൽ ബയർ ഹാസ് നോ ഒബ്ലിഗേഷൻ ടു റിട്ടേൺ ദ ഗുഡ്സ്. വാങ്ങുന്നത് ആരാണോ അയാൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു കടമയും അവശേഷിക്കുന്നില്ല. എന്നാൽ ഇൻ ബെയിൽമെന്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ ഗുഡ്സ് ഷുഡ് ബി റിട്ടേൺഡ് ഓർ ഡിസ്പോസ്ഡ് ഓഫ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻസ് ഓഫ് ദ ബെയിലർ. എന്നാൽ ബെയിൽമെന്റിൽ ബെയിലറുടെ നിർദ്ദേശാനുസരണം ഉപയോഗ ശേഷം അല്ലെങ്കിൽ ബെയിൽമെന്റ് പീരീഡിന് ശേഷം തിരിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുകയോ ചെയ്യണമെന്ന് പറയുന്നു. അടുത്തതായി, ഇൻ എ സെയിൽ there should always be consideration in the form of price. നമ്മൾ കണ്ടു കഴിഞ്ഞു, സെയിലിൽ തീർച്ചയായിട്ടും കൺസിഡറേഷൻ പണമായിട്ടാണ് നൽകേണ്ടത്.
പണത്തിന് തുല്യമായിട്ടുള്ള രീതി. എന്നാൽ ബെയിൽമെന്റിലാകട്ടെ പൊസഷൻ ഓഫ് ദ കമ്മോഡിറ്റി ഫോർ എ വൈൽ ക്യാൻ ബി ട്രീറ്റഡ് ആസ് കൺസിഡറേഷൻ. ഈ കമ്മോഡിറ്റിയുടെ കൈവശാവകാശം കൺസിഡറേഷനായി പരിഗണിക്കാം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് കൺസിഡറേഷനായി പരിഗണിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. വീണ്ടും പറയുന്നു, ഇൻ സെയിൽ buyer gets all the rights on the subject matter. In the case of bailment, goods should be used only as per the directions of the bailer. സെയിലിലാണെങ്കിൽ ബയറിന് പരിപൂർണമായ അവകാശങ്ങളും അധികാരങ്ങളും സബ്ജക്റ്റ് മാറ്ററിൽ ലഭ്യമാകുന്നു. എന്നാൽ ബെയിൽമെന്റിൽ ബെയിലർ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ ആ ഗുഡ്സ് അല്ലെങ്കിൽ കമ്മോഡിറ്റി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതാണ് സെയിലും ബെയിൽമെന്റും തമ്മിലുള്ള കമ്പാരിസൺ. സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് എന്നാണ് പറയുക. അക്കോർഡിംഗ് ടു സെക്ഷൻ 2(7), ഗുഡ്സ് മീൻസ് എവരി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി other than actionable claims and money, and includes stock and shares, growing crops, grass, and things attached to or forming part of the land which are agreed to be served before sale or under the contract of sale. ഡെഫിനിഷൻ വളരെ വ്യക്തമായി പറയുന്നു. മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം സബ്ജക്റ്റ് മാറ്റർ അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൽ ആക്ഷനബിൾ ക്ലെയിംസും മണിയും ഉൾക്കൊള്ളിക്കാൻ സാധ്യമല്ല. എന്നിരുന്നാലും സ്റ്റോക്ക് ആൻഡ് ഷെയർസ്, ഗ്രോവിംഗ് ക്രോപ്സ്, ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ഓർ ഫോമിംഗ് പാർട്ട് ഓഫ് ദ ലാൻഡ്, ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുവകകൾ, ഇവ ആകാം. എന്താണ് ആക്ഷനബിൾ ക്ലെയിംസ് ആൻഡ് മണി എന്ന് പറയുന്നത്? ആക്ഷനബിൾ ക്ലെയിംസ് ആൻഡ് മണി ആർ നോട്ട് ഗുഡ്സ് ആൻഡ് കനോട്ട് ബി ബോട്ട് ആൻഡ് സോൾഡ് അണ്ടർ ദിസ് ആക്ട്. Money means the recognized currency in circulation in the country, but not old and rare coins which may be treated as goods. മണി എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന പണം. എന്നാൽ ഇവിടെ ഒരു രാജ്യത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ കറൻസികളോ റെയർ ആയിട്ടുള്ള കോയിൻസ്, നാണയങ്ങളോ ഈ ഗുഡ്സ് ആയിട്ട് പരിഗണിക്കില്ല. An actionable claim is what a person cannot make a present use of or enjoy. അപ്പോൾ എന്താണ് ആക്ഷനബിൾ ക്ലെയിം എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരാളുടെ അവകാശവാദമാണ്. എന്തിനെ സംബന്ധിച്ചാണ്? അയാൾക്ക് എന്തെങ്കിലും അധികാരമുണ്ട്, ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, എന്നാൽ അതിൽ അധികാരമുണ്ട്. ബട്ട് വാട്ട് ക്യാൻ ബി റിക്കവേർഡ് ബൈ ഹിം ബൈ മീൻസ് ഓഫ് എ സ്യൂട്ട് ഓർ ആൻ ആക്ഷൻ. അയാൾക്ക് ഒരു വ്യവഹാരത്തിൽ നിന്ന് ലഭ്യമാകുന്ന പ്രതിഫലം, കോടതിയിൽ ചെന്ന് വ്യവഹാരം നടത്തിയിൽ നിന്ന് അയാൾക്ക് ലഭ്യമാകുന്ന എന്തോ, അത് ആക്ഷനബിൾ ക്ലെയിം എന്നാകാം. അത് ലഭ്യമായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണെന്ന് പറയാൻ സാധിക്കൂ. അയാൾക്ക് ലഭ്യമാകാൻ സാധ്യതയുള്ള എന്തും അത് ഗുഡ്സായി പരിഗണിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ആക്ഷനബിൾ ക്ലെയിംസ് ആൻഡ് മണി ആർ നോട്ട് ഗുഡ്സ്. രാജ്യത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന പണമോ കോടതി വ്യവഹാരത്തിൽ നിന്ന് ഒരാൾക്ക് ലഭ്യമാകുന്ന എന്തോ, അതും ആ രണ്ട് കാര്യങ്ങളും സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് അനുസരിച്ച് ഗുഡ്സ് ആയിട്ട് പരിഗണിക്കാൻ സാധ്യമല്ല. ബാക്കിയുള്ളതെല്ലാം മൂവബിൾ ആയിട്ടുള്ള എന്ത് പ്രോപ്പർട്ടിയും ഗുഡ്സായി കോൺട്രാക്ട് ഓഫ് സെയിൽ സബ്ജക്റ്റ് മാറ്ററായി പരിഗണിക്കാം. അത് കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ ഗുഡ്സ് എന്നുള്ള ഡെഫിനിഷനിൽ വരുന്ന കാര്യമാണ്. നമുക്ക് നോക്കാം ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ്. പ്രധാനമായും 3 വിധത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്: എക്സിസ്റ്റിംഗ് ഗുഡ്സ്, ഫ്യൂച്ചർ ഗുഡ്സ്, കണ്ടിൻജന്റ് ഗുഡ്സ്. ഓരോന്നും നോക്കാം. എക്സിസ്റ്റിംഗ് ഗുഡ്സിനെ വീണ്ടും 2ആയി തരംതിരിച്ചിരിക്കുന്നു: സ്പെസിഫിക് ഓർ അസർട്ടൈൻഡ് ഗുഡ്സ് എന്നും ജനറിക് ഓർ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്നും എക്സിസ്റ്റിംഗ് ഗുഡ്സിനെ തരംതിരിച്ചിരിക്കുന്നു. എന്താണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്? Existing goods are goods which are either owned or possessed by the seller at the time of the contract. ഉടമ്പടി നടപ്പിലാകുന്ന അവസരത്തിൽ, എഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺട്രാക്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു. കോൺട്രാക്ട് ഉടലെടുക്കുന്ന അവസരത്തിൽ സെല്ലറുടെ അവകാശ അധികാരങ്ങളിൽ ഇരിക്കുന്ന, അതായത് ഓണർഷിപ്പ് ഉണ്ടാകണം, ഉടമസ്ഥാവകാശം ഉണ്ടാകണം, അതുകൂടാതെ പൊസഷനും ഉണ്ടാകണം.
അങ്ങനെയുള്ള ഗുഡ്സിനെ നമുക്ക് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് തരംതിരിക്കാം. അപ്പോൾ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്നാൽ സെല്ലറുടെ കൈവശം എപ്പോഴാണോ കോൺട്രാക്ട് ഫോം ചെയ്യുന്നത് ആ അവസരത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഉടമസ്ഥതയിലിരിക്കുന്ന ഗുഡ്സ് ആണ്. ഇവയെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു: സ്പെസിഫിക് ഓർ അസർട്ടൈൻഡ്. Specific or ascertained goods which are specifically identified at the time of contract. നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് മൂവബിൾ പ്രോപ്പർട്ടിയാണ് ഗുഡ്സ് എന്ന് നേരത്തെ കണ്ടു കഴിഞ്ഞു. കോൺട്രാക്റ്റിന്റെ സമയത്ത് തിരിച്ചറിയാൻ സാധിക്കുന്ന ഗുഡ്സിനെ സ്പെസിഫിക് അല്ലെങ്കിൽ അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് വിളിക്കാം. അപ്പോൾ നേരെ തിരിച്ച് ജനറിക് ഓർ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്താണെന്ന് നോക്കാം. These are goods which are not specifically identified but are indicated by description only. എന്താണ് ഐറ്റം എന്ന് കാണാൻ സാധിക്കുന്നില്ല, ഗുഡ്സ് എന്താണെന്ന് കാണാൻ സാധിക്കുന്നില്ല. അവിടെ എന്താ വരുന്നുണ്ട്? ഡിസ്ക്രിപ്ഷനിലൂടെ അതിലെന്താണോ പ്രതിപാദിച്ചിരിക്കുന്നത്, പേപ്പറിലായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോമിൽ അതിനെക്കുറിച്ച്, ആ ഗുഡ്സിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ ഗുഡ്സിനെ വിളിക്കുന്നത് ജനറിക് ഓർ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്നാണ്. ഇത് രണ്ടും എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്നാൽ സെല്ലറുടെ കൈവശം, അധികാരത്തിൽ, ഉടമസ്ഥതയിൽ കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ഗുഡ്സ് ആണ്. ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നവയെന്നും എന്നാൽ ഡിസ്ക്രിപ്ഷനിലൂടെ മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നവയെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ഫ്യൂച്ചർ ഗുഡ്സ്. Future goods are goods to be manufactured or produced or acquired by the seller after the making of the contract of sale. വളരെ വ്യക്തമാണ്. എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് പ്രസൻറ്റ് സെല്ലറുടെ കൈവശം ഉണ്ടായിരിക്കണം. എന്നാൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും ആ ഗുഡ്സ് ഫോം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ സെല്ലറുടെ കൈവശമില്ല, പക്ഷേ കോൺട്രാക്റ്റ് ഉടലെടുത്ത് കഴിഞ്ഞ് സെല്ലറുടെ കൈവശം ആ ഗുഡ്സ് ഫോം ചെയ്യപ്പെടും, അല്ലെങ്കിൽ അതിന് ശേഷമാണ് അയാളുടേക്ക് ഉടമസ്ഥാവകാശം വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവയെ ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് വിളിക്കാം. മൂന്നാമതായി പറയുന്നു കണ്ടിൻജന്റ് ഗുഡ്സ്. ദ അക്വിസിഷൻ ഓഫ് വിച്ച് ബൈ ദ സെല്ലർ ഡിപ്പെൻഡ്സ് അപ്പോൺ എ കണ്ടിൻജൻസി വിച്ച് മേ ഓർ മേ നോട്ട് ഹാപ്പൻ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം സെല്ലറുടെ കൈവശം ഈ ഗുഡ്സ് എത്തിച്ചേരുന്നു. അങ്ങനെയുള്ള ഗുഡ്സിനെ ആണെങ്കിൽ അതിനെ കണ്ടിൻജന്റ് ഗുഡ്സ് എന്ന് വിളിക്കാം. ആ സെല്ലർ പ്രത്യേക അവസരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും എമർജൻസിയിൽ മാത്രം, അത്യാവശ്യങ്ങളിൽ മാത്രമായിരിക്കും ഇത് അക്വയർ ചെയ്യേണ്ടത്. ഇങ്ങനെ ഗുഡ്സിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അടുത്തതായി പരിശോധിക്കാം പ്രൈസ്. No sale can take place without a price. Price, which is money consideration for the sale of goods, constitutes the essence for a contract of sale. നമ്മൾ കണ്ടു കഴിഞ്ഞു, കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ കൺസിഡറേഷൻ പ്രൈസ് ആയിരിക്കണം അല്ലെങ്കിൽ മണി ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇറ്റ് മേ ബി മണി ആക്ച്വലി പെയ്ഡ് ഓർ പ്രോമിസ്ഡ് ടു ബി പെയ്ഡ്. കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ കൊടുത്തതോ ആയിരിക്കുന്ന പണമായിരിക്കണം. ഇഫ് എ കൺസിഡറേഷൻ അതർ ദാൻ മണി ഈസ് ടു ബി ഗിവൺ, ഇറ്റ് ഈസ് നോട്ട് എ സെയിൽ. സെയിൽ എന്നുള്ള ടേമും പ്രൈസ് എന്നുള്ള ടേമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം. The price in a contract of sale may be fixed by the contract or may be left to be fixed in manner thereby agreed or may be determined by the course of dealing between the parties. വില എങ്ങനെ നിശ്ചയിക്കുന്നു എന്നാണ് പറയുന്നത്. വില നിശ്ചയിക്കേണ്ടത് കോൺട്രാക്റ്റിലെ കക്ഷികൾ ചേർന്നായിരിക്കണം. എപ്പോഴാണ്? may be left to be fixed in manner thereby agreed. എങ്ങനെയാണോ എഗ്രിമെൻറ്റിൽ പ്രതിപാദിച്ചിരിക്കുന്നത്, അവർ പരസ്പരം സമ്മതിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് നിർണ്ണയിക്കുകയോ ഓർ മേ ബി ഡിറ്റർമൈൻഡ് ബൈ ദ കോഴ്സ് ഓഫ് ഡീലിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ്, അവർ ട്രാൻസാക്ട് ചെയ്യുന്ന അവസരത്തിൽ അതിന് അനുയോജ്യമായ രീതിയിൽ തീരുമാനിക്കുകയോ ചെയ്യണം. 2. Where the price is not determined in accordance with the foregoing provisions, the buyer shall pay the seller a reasonable price. What is a reasonable price is a question of fact, depend on the circumstances of each particular case. നമ്മൾ റീസണബിൾ പ്രൈസ് എന്നുള്ള ടൈം ഇതിനു മുമ്പും പലപ്പോഴും പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ തത്തുല്യമായ വില അത് നിർണ്ണയിക്കപ്പെടുന്നത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും.
എഫക്റ്റ് ഓഫ് പെരിഷിംഗ് ഓഫ് ഗുഡ്സ്. ഗുഡ്സ് നശിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം എന്താണ്? ഒന്ന്, ഗുഡ്സ് പെരിഷിംഗ് ബിഫോർ മേക്കിംഗ് എ കോൺട്രാക്ട്. കോൺട്രാക്റ്റ് മുൻപായി ഗുഡ്സ് നശിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? Where in a contract of sale of specific goods, the goods without the knowledge of the seller have, at the time of making the contract, perished or become as damaged as no longer to their description in the contract, the contract is void. ഉടമ്പടി കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പായി വിൽപ്പനക്കാരൻ്റെ അറിവിലില്ലാതെ, അയാൾ അറിയാതെ സബ്ജക്റ്റ് മാറ്ററായിട്ടുള്ള ഗുഡ്സ് നശിച്ചു പോയാൽ ആ കോൺട്രാക്റ്റ് നിലനിൽക്കില്ല, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് വോയിഡ് എന്ന് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ പറയും. ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ റൂൾ ദാറ്റ് മ്യൂച്വൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എസെൻഷ്യൽ ടു ദ കോൺട്രാക്ട് റെൻഡേഴ്സ് ദ കോൺട്രാക്ട് വോയിഡ്. സെക്ഷൻ 7 നമ്മൾ നേരത്തെ കണ്ടു. മിസ്റ്റേക്ക് ഒരു കേസായിട്ട് ഡിസ്കസ് ചെയ്തതാണ് കോൺട്രാക്റ്റ് ആക്ടിൽ. സെല്ലർ അറിയുന്നില്ല അയാളുടെ ഉടമസ്ഥാവകാശത്തിലുള്ള ഗുഡ്സ് നശിച്ചുപോയി അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് യോഗ്യമല്ല എന്നറിയാത്ത രീതിയിലാണ് ഉടമ്പടിയിൽ ഏർപ്പെടുന്നതെങ്കിൽ ആ ഉടമ്പടി വോയിഡ് ആയിരിക്കുമെന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, എ ട്രേഡർ ഇൻ സിമെന്റ് സെൽസ് 100 bags ഓഫ് ദ പ്രോഡക്റ്റ്. He is however unaware that due to extreme moisture in the warehouse, the cement is hardened and is of no use for construction. The merchandise has lost its commercial value. The contract does not stand. ഒരു സിമെന്റ് വ്യാപാരിയാണ്. അയാൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോഡൌണിൽ. പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് മോയ്സ്ചറൊക്കെ ഉണ്ടായതുകൊണ്ട് 100 ബാഗ് സിമെന്റ് കട്ട പിടിച്ചാണ് ഇരിക്കുന്നത്. ഇത് ഇയാൾ അറിയാതെ ഈ 100 ചാക്ക് സിമെന്റ് വിൽക്കുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. അടുത്തത് രണ്ടാമത്തെ പോയിന്റ്, ഗുഡ്സ് പെരിഷിംഗ് ആഫ്റ്റർ എഗ്രിമെന്റ് ടു സെൽ. നമ്മൾ കണ്ടു, എഗ്രിമെന്റ് ടു സെൽ എന്ന് പറഞ്ഞ് നടപ്പിലാകുന്നത് ഭാവിയിലുള്ള ഒരു സമയത്താണ്, ഫ്യൂച്ചർ ടൈമിലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റ് മാറ്ററായിട്ടുള്ള ഗുഡ്സ് നശിച്ചു പോയാൽ എന്ത് സംഭവിക്കും? Where there is an agreement to sell specific goods and subsequently the goods without any fault of any party perish or are so damaged as no longer to answer to their description in the agreement before the risk passes to the buyer, the agreement is thereby avoided. Specific goods ആണെങ്കിൽ മാത്രം. എന്താണ് specific goods എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. If the sale is of unascertained goods, the perishing of the whole quantity of such goods in the possession of the seller will not relieve him of his obligation to deliver. Section 8 അനുസരിച്ച് അസർട്ടൈൻഡ് ഗുഡ്സ് ഉണ്ട്, അൺഅസർട്ടൈൻഡ് ഗുഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്പെസിഫിക് ഗുഡ്സ്, ജനറിക് ഗുഡ്സ് എന്ന് പറയും. സ്പെസിഫിക് ഗുഡ്സിന്റെ കേസിൽ മാത്രമാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് ആണ് എങ്കിൽ the perishing of the whole quantity of such goods in the possession of the seller will not relieve him of his obligation to deliver. അയാളുടെ കടമയിൽ നിന്നല്ല, ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ പൂർണ്ണമായിട്ടുള്ള നാശം വഴിവെക്കുന്നില്ല. എന്ന് വെച്ചാൽ അയാളുടെ പ്രോമിസ് അല്ലെങ്കിൽ ആ എഗ്രിമെന്റ് ഫുൾഫിൽ ചെയ്യുക തന്നെ വേണമെന്നാണ് പറഞ്ഞത്. ഡിസ്ക്രിപ്ഷൻ മാത്രമാണല്ലോ വിൽപ്പന നടത്തിയത്. അപ്പോൾ ഏതാണ് സ്പെസിഫിക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഡിസ്ക്രിപ്ഷൻ മാത്രമായതുകൊണ്ട് അത് ഡെലിവറി ചെയ്യുന്നതിനുള്ള ഒബ്ലിഗേഷനിൽ നിന്ന് അയാൾക്ക് സെല്ലർക്ക് ഒഴിഞ്ഞു മാറാൻ പരിപൂർണമായി ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, യു ഗോ ടു ദ ഡീലർ ടു ബൈ എ മോട്ടോർ സൈക്കിൾ ആൻഡ് മേക്ക് ആൻ എഗ്രിമെന്റ് ഫോർ സെയിൽ. You have been noticed that your desired motorcycle has arrived. In the meantime, someone takes it for a trial drive and crashes it. You know that particular motorcycle is not yours. നിങ്ങൾ മോട്ടോർ സൈക്കിൾ ബുക്ക് ചെയ്യുന്നു, പിന്നീട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാനുള്ളതാണ്. ആ മോട്ടോർ സൈക്കിൾ നിങ്ങൾക്ക് വിൽക്കാനുള്ള മോട്ടോർ സൈക്കിൾ സെല്ലറുടെ കൈവശം എത്തുന്നുണ്ട് മാനുഫാക്ചറിൽ നിന്ന്. പക്ഷേ അത് നിങ്ങൾ നിങ്ങളുടെ കൈവശം എത്തുന്നതിന് മുമ്പായി ആരോ ഒരു ടെസ്റ്റ് ഡ്രൈവിന് എടുത്തുകൊണ്ട് പോയി. ടെസ്റ്റ് ഡ്രൈവിനുള്ളിൽ അത് ക്രാഷ് ചെയ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ യു നോ ദാറ്റ് പർട്ടിക്കുലർ മോട്ടോർ സൈക്കിൾ ഈസ് നോട്ട് യുവേഴ്സ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് നിങ്ങളുടേതായിരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് തരാനായി സെല്ലർ ഉണ്ടായിരുന്നു. പക്ഷെ സെല്ലറുടെ കമ്മിറ്റ്മെന്റ് അവിടെ നിലനിൽക്കും. നിങ്ങൾക്ക് ആവശ്യപ്പെട്ട മോട്ടോർ സൈക്കിൾ തന്നേ
പറ്റൂ എന്നാണ് കോൺട്രാക്റ്റിൽ പറയുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഉള്ളിയാണ്. മോട്ടോർ സൈക്കിൾ വേണം ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മോട്ടോർ സൈക്കിൾ നിങ്ങൾക്ക് തരും. പക്ഷേ നിങ്ങളുടെ കൈവശം അത് എത്തിച്ചേർന്നില്ല. വിൽപ്പനയും നടന്നു, പക്ഷേ പിന്നീടായിരുന്നു നിങ്ങൾക്ക് അത് നൽകേണ്ടിയിരുന്നത്. പക്ഷേ ടെസ്റ്റ് ഡ്രൈവിന് വേറൊരാൾ അത് എടുത്തുകൊണ്ട് പോയി നിങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പായി ക്രാഷായി. പക്ഷേ നിങ്ങൾക്ക് സെല്ലർ അത്തരത്തിലുള്ളൊരു മോട്ടോർ സൈക്കിൾ തന്നേ മതിയാവും. These are all about contract of sale of goods. Thank you.